നമസ്കാരം. ഹണ്ട ന്യൂസിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം സ്വയം ഒഴിഞ്ഞതെന്ന രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വാദം തള്ളി ഹൈക്കമാൻഡ്. പാർട്ടി നടപടിയെന്ന് കെ.സി. വേണുഗോപാൽ 24നോട്. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. ആഭ്യന്തര അന്വേഷണത്തിന് KPCC നേതൃത്വം. രാഹുലിനെതിരെ ഇന്നും പ്രതിഷേധം. SFI മാർച്ചിൽ സംഘർഷം. പാലക്കാട് കാലുകുത്തിയാൽ MLA സ്ഥാനം രാജിവെപ്പിക്കുമെന്ന് ഡോക്ടർ പി സരീൻ. രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ഉദ്ദേശ്യത്തോടെ സമീപിച്ചെന്ന യുവതി ശാരീരിക ബന്ധത്തിന് ശേഷം പിന്മാറി. സത്യം തെളിയുന്നതുവരെ രാഹുലിനൊപ്പമെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നേതാവ് അമേയ പ്രസാദ് 24നോട്. പരാതി ഉന്നയിച്ച സ്ത്രീകളെ അധിക്ഷേപിച്ച VK ശ്രീകണ്ഠൻ MP. വിവാദമായപ്പോൾ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് വിശദീകരണം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജിക്ക് പിന്നാലെ ഗ്രൂപ്പ് പോരിൽ ആടിയുലഞ്ഞ യൂത്ത് കോൺഗ്രസ്. ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് രൂക്ഷ വിമർശനം. അബിനെ കട്ടപ്പയെന്ന് വിശേഷിപ്പിച്ച് പോസ്റ്റർ. പിന്നിൽ നിന്ന് കുത്തി ഒരാളെ നശിപ്പിച്ചെന്ന് ഗ്രൂപ്പ് നേതാക്കൾ. പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലി. ബിനു ചുള്ളിയലിനായി KC വേണുഗോപാൽ. വനിതാ നേതാക്കളും പരിഗണനയിൽ. ബിവറേജസ് കോർപ്പറേഷനിൽ റെക്കോർഡ് ഓണം ബോണസ്. സ്ഥിരം ജീവനക്കാർക്ക് 1,02,500 രൂപ ബോണസായി ലഭിക്കും. സംസ്ഥാനത്ത് 2 ഗഡു ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ. 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ബോർഡിന് നിലവിൽ 1000 കോടി രൂപയുടെ ബാധ്യത. ഓണക്കാലത്ത് 92 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളുമായി റെയിൽവേ. ജനശതാബ്ദി ഉൾപ്പെടെ 10 ട്രെയിനുകളിൽ അധിക കോച്ചുകൾ. ബീഹാർ വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിലുള്ള രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി. ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് ആധാർ വിവരങ്ങൾ നൽകി പേര് ചേർക്കാം. ഓൺലൈൻ വഴി അപേക്ഷ നൽകിയാൽ മതിയാകുമെന്നും കോടതി. വിഷയത്തിൽ ബീഹാറിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെ കക്ഷി ചേർത്തു. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര പര്യടനം തുടരുന്നു. വോട്ട് ചേർക്കലിൽ വിവാദ പ്രസ്താവനയുമായി BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. ജമ്മു കശ്മീരിൽ നിന്നുവരെ ആളെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചേർക്കും എന്ന് പരാമർശം. ഫാസിസ്റ്റ് നിലപാടെന്ന് CPIM. വോട്ട് കൊള്ള ആരോപണത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകിയല്ലോ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്നും പരാമർശം. എറണാകുളം പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം. പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം. അന്വേഷണം ശരിയായ ദിശയിൽ അല്ലെന്നും ജീവനൊടുക്കിയ ആശയുടെ ഭർത്താവ് ബെന്നി 24നോട്. കോതമംഗലത്തിന് സമീപം ഊന്നുകല്ലിൽ ആളില്ലാത്ത വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘം. മൂവാറ്റുപുഴ DYSPയും പെരുമ്പാവൂർ ACPയും നേതൃത്വം നൽകും. കാണാതായ കുറുപ്പുംപടി സ്വദേശിനിയുടേത് എന്ന് സംശയം. മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് ബന്ധുക്കൾ. തൊടുപുഴ ഉടുമ്പന്നൂരിൽ യുവാവും യുവതിയും വീട്ടിൽ മരിച്ച നിലയിൽ. സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുലേറ്റ് മുൻ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി. കസ്റ്റംസ് വകുപ്പ് 12 കോടി രൂപ പിഴ ചുമത്തിയെന്ന് വിവരാവകാശ രേഖ. 6 കോടി രൂപ വീതം പിഴ ചുമത്തിയത് മുൻ കോൺസൽ ജനറലിനും അഡ്മിൻ അറ്റാഷയ്ക്കും. പിഴത്തുകയായി എത്ര രൂപ അടച്ചെന്ന് വിവരാവകാശ മറുപടിയിൽ പരാമർശമില്ല. റാപ്പർ വേടനെക്കുറിച്ചുള്ള പാഠഭാഗം സിലബസിൽ ഉൾപ്പെടുത്തിയതിൽ വിശദീകരണം തേടി കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമൽ. അടിയന്തരമായി വിശദീകരണം നൽകാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾക്ക് നിർദ്ദേശം. പാഠഭാഗം ഉൾപ്പെടുത്തിയത് 4 വർഷ ഇംഗ്ലീഷ് ഡിഗ്രി കോഴ്സിന്റെ 3ാം സെമസ്റ്ററിൽ. നെരൂദിയുടെ പേരിലുള്ള AI കവിതയിലും വിശദീകരണം തേടി VC. പീരുമേട് MLA വാഴൂർ സോമന് വിട നൽകി നാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പഴയ പാമ്പനാറിലെ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം നടന്നു. വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP AIADMK സഖ്യം സർക്കാർ ഉണ്ടാക്കുമെന്ന് അമിത്ഷാ. DMKയുടേത് അഴിമതി സർക്കാർ എന്ന് വിമർശനം. APJ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കിയത് BJP എന്നും തമിഴ് ഭാഷയോടും സംസ്കാരത്തോടും എന്നും ബഹുമാനമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഒഡീഷ തെരഞ്ഞെടുപ്പിനിടെ തമിഴ്നാട്ടുകാരനായ VK പാണ്ഡ്യനെ വിമർശിച്ച അമിത്ഷായുടെ പ്രസംഗം ഉയർത്തിക്കാട്ടി DMKയുടെ മറുപടി. മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറിനുമെതിരായ രാജ്യദ്രോഹ കേസിലെ നടപടികൾ തടഞ്ഞ് സുപ്രീം കോടതി. അടുത്ത മാസം 15 വരെ തുടർ നടപടികൾ പാടില്ല. എല്ലാവരും കോടതി ഉത്തരവ് പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത്.
പാലക്കാട് വടക്കന്തറ വ്യാസവിദ്യാപീഠത്തിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ RSSനെ സംശയിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബോംബുകൾ കുഴിച്ചിട്ടതാകാം എന്ന് മന്ത്രി. NOC പിൻവലിക്കാതിരിക്കാൻ സ്കൂൾ വിശദീകരണം നൽകണം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPIM. വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവും KPCC അംഗം വിനോദ് കൃഷ്ണയുമായി നടുറോഡിൽ തർക്കം. സംഭവം ഇന്നലെ രാത്രി 11 മണിക്ക് തിരുവനന്തപുരം ശാസ്തമംഗലത്ത്. 15 മിനിറ്റോളം നീണ്ട തർക്കത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചെന്ന് പോലീസ്. സംസ്ഥാനത്ത് വീണ്ടും മസ്തിഷ്ക ജ്വരം. രോഗബാധ മലപ്പുറം സ്വദേശിയായ 55-കാരിക്ക്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6ആയി. സെപ്റ്റംബറിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ച് സംസ്ഥാന സർക്കാർ. NDA ഭരിക്കുന്ന ആന്ധ്ര, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയോ ദേവസ്വം മന്ത്രിമാരെയോ അടക്കം പങ്കെടുപ്പിച്ചേക്കും. ദേവസ്വം മന്ത്രി VN വാസവൻ ചെന്നൈയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചു. കത്ത് വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകി വ്യവസായി മുഹമ്മദ് ഷർഷാദ്. പൊളിറ്റ് ബ്യൂറോ അംഗത്തിന് നൽകിയ കത്ത് ചോർത്തിയതിൽ MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിന് പങ്കുണ്ട് എന്ന ആരോപണം ആവർത്തിച്ച് മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടി തുടരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. മധ്യവേനലവധി മെയ് ജൂൺ മാസങ്ങളിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശവുമായി ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പരീക്ഷകളുടെ എണ്ണം കുറയ്ക്കണമെന്നും കാന്തപുരത്തിന് നിർദ്ദേശങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് അധികൃതരുടെ ഒളിച്ചുകളി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സ്വത്ത് വിട്ടു നൽകാൻ ED തയ്യാറായിട്ടും തിരികെ വാങ്ങി നിക്ഷേപകർക്ക് നൽകാൻ തയ്യാറാകാതെ ബാങ്ക്. നടപടി സ്വീകരിക്കാത്തത് രാഷ്ട്രീയ ഇടപെടൽ മൂലമെന്ന ആക്ഷേപം. സംസ്ഥാനത്ത് സ്കൂൾ തല കായികമേള നടത്തിപ്പ് പ്രതിസന്ധിയിൽ. കായികമേള നടത്തിപ്പിന് ഇനി സ്പെഷ്യൽ ഫീ വിഹിതം ലഭിക്കില്ല. വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് നിർദ്ദേശം. ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകൾ ഏറ്റെടുക്കാൻ നീക്കം ആരംഭിച്ചു കോൺഗ്രസ്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം മത്സരിച്ചാൽ വിജയിക്കില്ല എന്ന് വിലയിരുത്തൽ. ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയ സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ ധാരണയായതായും സൂചന. കോഴിക്കോട് ബസ് കണ്ടക്ടറുടെ അതിക്രമം. ബൈക്ക് യാത്രികരെ ക്രൂരമായി മർദ്ദിച്ചു. അശ്രദ്ധമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. എറണാകുളം കൂത്താട്ടുകുളത്ത് ബാർ ഹോട്ടലിൽ സംഘർഷം. തർക്കത്തിനിടെ യുവാക്കൾ എയർഗൺ കൊണ്ട് മധ്യവയസ്കന്റെ തലക്കടിച്ചു വീഴ്ത്തി. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്ക്. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസിലേക്ക് തിരികെ. കേരളത്തിലെ പ്രധാന വാർത്തകൾ. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ യുവ സൗത്ത് ഏഷ്യൻ ലീഡേഴ്സ് ഇനിഷ്യേറ്റീവ് പദ്ധതി ഈ മാസം 17 മുതൽ 21 വരെ ശ്രീലങ്കയിൽ നടന്നു. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ യുവാക്കളുടെ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അലീന അനബല്ലി പങ്കെടുത്തു. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ദക്ഷിണേഷ്യയിലെ യുവജനങ്ങളുടെ നേതൃഗുണങ്ങളും പൗരപങ്കാളിത്തവും ഉയർത്തിക്കാട്ടി. ബാറ്ററി മോഷണം ആരോപിച്ച് മൂവാറ്റുപുഴയിൽ ആളുമാറി പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് തേടി. റൂറൽ SP-യാണ് നിർദ്ദേശം നൽകിയത്. പാലക്കാട് അമ്പലപ്പാറ സെന്ററിൽ യുവതിക്ക് തെരുവുനായുടെ കടിയേറ്റു. കടിയേറ്റത് പുലാപ്പറ്റശ്ശേരി സ്വദേശി അജിതയ്ക്ക്. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് അസം മോറിഗാവ് സ്വദേശി ജോമിൻ അലി. അതിഥി തൊഴിലാളിയായ ജയ്ദുൽ ഇസ്ലാമിന്റെ വീട്ടിൽ നിന്ന് പ്രതിയും കൂട്ടാളിയും ചേർന്ന് 30,000 രൂപ കവർന്നു എന്ന പരാതിയിലാണ് അറസ്റ്റ്. ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാമാണ് മരിച്ചത്. കോട്ടയത്തെ ആനക്കൊമ്പൻ കിരൺ നാരായണൻ കുട്ടി ചരിഞ്ഞു. അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയെ ചികിത്സയിലായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ വീണ്ടും ലഹരിവേട്ട. 73 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. പ്രതി പന്തീരാങ്കവ് സ്വദേശി കുറുക്കൻകുഴിപ്പറമ്പിൽ രമിത് ലാൽ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ASIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മഞ്ചേശ്വരം സ്റ്റേഷനിലെ ASI മധുസൂദനൻ. തൃശൂർ മുള്ളൂർക്കരയിൽ പോലീസ് കൈകാണിച്ച് നിർത്തിയ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. മാർക്കറ്റിന് സമീപം കരിങ്കൽ കയറ്റി വന്ന ടോറസാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം ആര്യനാട് വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിനശിച്ചു. ഒരു ഇലക്ട്രിക് സ്കൂട്ടറും ബുള്ളറ്റുമാണ് കത്തിനശിച്ചത്.
പാലക്കാട് മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെ കുഴിയിൽ വീണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കല്ലേക്കുളങ്ങര സ്വദേശി സുജീന്ദ്രനാണ് മരിച്ചത്. ഹോട്ടലിന്റെ മാലിന്യക്കുഴി വൃത്തിയാക്കുമ്പോഴായിരുന്നു ഈ ദാരുണ സംഭവം. പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ ഭക്ഷണം നൽകാതെ പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്ന് പരാതി. വെള്ളയൻ എന്ന യുവാവിനെയാണ് മർദ്ദിച്ചത്. ബിയർ എടുത്തുവെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കൊച്ചിയിൽ തമിഴ്നാട് സ്വദേശിനിയായ 17 വയസ്സുകാരി പ്രസവിച്ചു. ആശുപത്രിയിൽ ആധാർ കാർഡ് നൽകിയതോടെയാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന വിവരം പുറത്തായത്. ഭർത്താവ് മധുര സ്വദേശി പ്രേംകുമാറിനെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ യുവാവ് 3ാം തവണയും അറസ്റ്റിൽ. കടവനാട് സ്വദേശി പാലക്കിവളപ്പിൽ റഷീദാണ് പിടിയിലായത്. 1 മാസം മുൻപാണ് പ്രതി ജയിൽ മോചിതനായത്. തിരുവനന്തപുരം ഉഴമലക്കൽ ഏലിയാവൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. കാണിക്കവഞ്ചിയും ഓഫീസിൽ കയറി വഴിപാട് പണവും മോഷ്ടിച്ചു. കോഴിക്കോട് പന്നിയങ്കരയിൽ വയോധികയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്ത്. പന്നിയങ്കര സ്വദേശി ശീലാവതിയുടെ സ്വർണ്ണമാലയാണ് കവർന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് PMSSY ബ്ലോക്കിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം ഈ മാസം 24-ന് തുറക്കും. തീപിടുത്തം ഉണ്ടായതിനെ തുടർന്നാണ് താൽക്കാലികമായി അടച്ചത്. എറണാകുളം പാലാരിവട്ടത്ത് അപകടകരമായി ബസ് ഓടിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കാട്ടുങ്കലമ്മ എന്ന ബസിന്റെ ഫിറ്റ്നസും റദ്ദാക്കി. അപകടത്തിൽ നിന്ന് കാൽനട യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംഘർഷം. നാഷണൽ ജനതാദൾ പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്ത് ATM കൗണ്ടറിനുള്ളിൽ 16-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയാൽ പിടിയിൽ. കൊല്ലം മയ്യനാട് തട്ടാമല സ്വദേശി അനിരുദ്ധനാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് കടത്തുകയായിരുന്ന വിദേശമദ്യം പിടികൂടി. സംഭവത്തിൽ അമ്മയും മകനും അറസ്റ്റിൽ. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ഹൃദ്രോഗിയായ സുനിൽകുമാറിനെ കാറിലെത്തിയ സംഘം മർദ്ദിച്ച് അവശനാക്കി. ഓട്ടോറിക്ഷ കൂലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കാസർഗോഡ് ഉപ്പളയിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കമ്പ്യൂട്ടർ ഷോപ്പിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മലപ്പുറം പുളിക്കലിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ആന്തിയൂർക്കുന്ന് ഒറ്റപ്പുലാക്കൽ ഹസീബുദ്ദീനാണ് പിടിയിലായത്. ജലനിധി കുടിവെള്ള പദ്ധതിക്ക് സമീപത്താണ് മാലിന്യം തള്ളിയത്. ഇനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 30-നാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് ഒഴിവുകളിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അഭിമുഖം ഈ മാസം 29-ന് നടക്കും. കൊല്ലം കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഒഴിവുണ്ട്. യോഗ്യത നിശ്ചിത വിഷയത്തിൽ BTech-ഉം M.Tech-ഉം. അഭിമുഖം ഈ മാസം 26-നാണ്. പത്തനംതിട്ട അങ്ങാടിക്കൽ വടക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 29-ന്. കായംകുളം മുതുകുളം ബുദ്ധ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ B.Ed ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഒഴിവിലുള്ള സീറ്റിലേക്ക് 25-ന് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കും. അമ്പലപ്പുഴ പുറക്കാട് ഗവൺമെന്റ് ITIയിൽ ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ ട്രേഡിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുക ഈ മാസം 25 മുതൽ 29 വരെ. പൂഞ്ഞാർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്തമാറ്റിക്സ് തസ്തികയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന്. കോട്ടയം കൂടല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡോക്ടേഴ്സ്, നഴ്സ്, ഫാർമസിസ്റ്റ് ഒഴിവിലേക്ക് അഭിമുഖ പരീക്ഷ നടത്തും. പരീക്ഷ നടക്കുക ഈ മാസം 26-ന്. ഇനി ദേശീയ വാർത്തകൾ. അറസ്റ്റിലായാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുന്ന ബില്ലിനെ പിന്തുണച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് ആരും കരുതേണ്ട. ബിൽ കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് അഴിമതിക്കാരെന്നും നരേന്ദ്രമോദി. തമിഴക വെട്രിക്കഴകം സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ വിജയ്ക്ക് വിമർശനവുമായി BJP എതിരാളിയെന്ന് പറയുമ്പോൾ തന്നെ ആശയം എന്തെന്ന് പറയാൻ വിജയ് തയ്യാറാകുന്നില്ല എന്നാണ് വിമർശനം. തമിഴ്നാട് സത്യമംഗലം ഫോറസ്റ്റ് പരിധിയിലുള്ള ഹസനൂരിൽ കാട്ടാന ഇറങ്ങി. ലോറിക്ക് മുകളിൽ കയറി കാട്ടാന കരിമ്പ് വലിച്ചെടുത്തു. പ്രദേശത്ത് ആനശല്യം രൂക്ഷമെന്ന് ലോറി ഡ്രൈവേഴ്സ്. തെരുവുനായ വിഷയത്തിൽ 2-അംഗ ബെഞ്ചിന്റെ ഉത്തരവ് പരിഷ്കരിച്ച് സുപ്രീംകോടതി. തെരുവിൽ നിന്ന് പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യംകരണത്തിന് ശേഷം തുറന്നുവിടണം എന്ന് സുപ്രീംകോടതിയുടെ ഉത്തരവ്. 8 ആഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിലെ തെരുവുനായ്ക്കളെ കൂട്ടിലടക്കണമെന്നായിരുന്നു 2-അംഗ ബെഞ്ചിന്റെ വിധി.
തെരുവനായ കേസിലെ സുപ്രീംകോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത് രാഹുൽ ഗാന്ധി. മൃഗക്ഷേമവും ജനങ്ങളുടെ സുരക്ഷയും കണക്കിലെടുത്തുള്ള ഉത്തരവാണെന്നും പുരോഗമനപരമായ ചുവടുവയ്പ്പെന്നും രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടികയിലെ അസ്വാഭാവിക വർധനയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തൽ നടത്തിയ തെരഞ്ഞെടുപ്പ് വിദഗ്ധനെതിരെ കേസെടുത്തത് സഞ്ജയ് കുമാറിനെതിരെ. യോഗി ആദിത്യനാഥിനെക്കുറിച്ചുള്ള സിനിമ ബോംബെ ഹൈക്കോടതി കാണും. നടപടി സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിനെതിരായ ഹർജിയിൽ യോഗി ആദിത്യനാഥിൽ നിന്ന് NOC ലഭിക്കണമെന്ന് സെൻസർ ബോർഡ് നിർബന്ധം പിടിച്ചതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡി ഞായറാഴ്ച തമിഴ്നാട്ടിലെത്തും. മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും ഇന്ത്യ മുന്നണി നേതാക്കളെയും കാണും. ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത RJD MLA മാർ വിഭാദേവിയും പ്രകാശ് വീറുമാണ് വേദി പങ്കിട്ടത്. ഇരുവരുമുടൻ BJPയിൽ ചേരുമെന്ന് റിപ്പോർട്ടുകൾ. ഇനി രാജ്യാന്തര വാർത്തകൾ. കാലി നഗരത്തിൽ കാർ സ്ഫോടനം 6 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ 60 പേർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ടുകൾ. കൊളംബോയിൽ ഇന്നലെ പോലീസ് ഹെലികോപ്റ്ററിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. റവല്യൂഷണറി ആംഡ് ഫോഴ്സസ് ഓഫ് കൊളംബോയിൽ നിന്നും വിഘടിച്ചുപോയ വിവിധ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിൽ. ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഹെ റിമാൻഡിൽ. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ചായിരുന്നു അറസ്റ്റ്. ചോദ്യം ചെയ്യലിന് ശേഷം കൊളംബോയിലാണ് CID അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സമാധാന കരാർ ഒപ്പുവെക്കാനുള്ള യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുടെ നിയമപരമായ അധികാരം ചോദ്യം ചെയ്ത് റഷ്യ. അലാസ്കയിലെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലെ ധാരണകളിൽ വെള്ളം ചേർക്കാൻ യൂറോപ്യൻ നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന് റഷ്യയുടെ ആരോപണം. നിലവിലുള്ള 55 ദശലക്ഷം US വിസകൾ അവലോകനം ചെയ്യാനൊരുങ്ങി ട്രംപ് ഭരണകൂടം. സന്ദർശക വിസ ഉൾപ്പെടെയുള്ള തുടർച്ചയായ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിസ അനുവദിച്ചവർ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ റദ്ദാക്കി നാടുകടത്തും. അധിനിവേശ രാഷ്ട്രത്തെ ആക്രമിക്കാതെ ഒരു യുദ്ധം ജയിക്കാനാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നല്ല പ്രതിരോധ നിരയുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ആക്രമണശേഷിയാണ് യുദ്ധത്തിൽ വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്നും ഡൊണാൾഡ് ട്രംപ്. ഗസയിൽ 6 ലക്ഷത്തിലധികം പലസ്തീൻകാർ വിനാശകരമായ ക്ഷാമ സാഹചര്യം നേരിടുന്നുവെന്ന ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് തള്ളി ഇസ്രയേൽ. ഹമാസ് പ്രചരിപ്പിക്കുന്ന നുണകളെ ആധാരമാക്കിയാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം. റഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഡുഷ്പ എണ്ണ പൈപ്പ് ലൈനിലെ പമ്പിംഗ് സ്റ്റേഷൻ തകർത്ത യുക്രൈൻ. 2 ആഴ്ചക്കുള്ളിൽ 3-ാം തവണയാണ് ഈ പൈപ്പ് ലൈൻ യുക്രൈൻ ലക്ഷ്യം വെക്കുന്നത്. റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലാണ് ആക്രമണമുണ്ടായത്. ന്യൂസിലേക്ക് തിരികെ ബിസിനസ് വാർത്തകൾ. ഇന്ത്യയിൽ ഓഫീസ് തുറക്കാൻ ഓപ്പൺ AI ആദ്യ ഓഫീസ് ഡൽഹിയിൽ ഈ വർഷം ആരംഭിക്കും. കമ്പനിയുടെ ലോകത്തിലെ തന്നെ 2ാമത്തെ വിപണിയാണ് ഇന്ത്യ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയെ വീണ്ടും വിമർശിച്ച അമേരിക്ക. ഇന്ത്യ താരിഫ് മഹാരാജാവ് എന്ന് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. ഇന്ത്യക്ക് ചുമത്തിയ 50% തീരുവ ഈ മാസം 27 തന്നെ പ്രാബല്യത്തിലാകുമെന്ന് പീറ്റർ നവാരോ. ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തവണയും റെക്കോർഡ് തിരുത്തി മഹാരാഷ്ട്രയിലെ GSP സേവാ മണ്ഡൽ. 66 കിലോ സ്വർണം, 336 കിലോ വെള്ളി എന്നിവ കൊണ്ടാണ് ഗണേശ വിഗ്രഹം അലങ്കരിക്കുക. കായിക വാർത്തകൾ. ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകാനുള്ള കേരളത്തിന്റെ സ്വപ്നം ബാക്കി. വനിതാ ഏകദിന ലോകകപ്പിന് തിരുവനന്തപുരത്ത് മത്സരങ്ങളില്ല. ബംഗളൂരുവിലെ മത്സരങ്ങൾ മാറ്റിയത് നവി മുംബൈയിലേക്ക്. മത്സരക്രമം പുറത്തുവിട്ട് ICC. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിലേക്ക് പരിശീലകനായി മിക്വേൽ കോറൽ ടൊററ കേരളത്തിലേക്ക്. മലപ്പുറം FCയുടെ പരിശീലകനായിട്ടാണ് എത്തുന്നത്. റൂബൻ ഡയസ് മാഞ്ചസ്റ്റർ സിറ്റിയുമായി കരാർ പുതുക്കിയത് 2029 ജൂൺ വരെ. ഇന്ത്യൻ വനിതാ ടീമിന്റെ സ്പിന്നർ ഗൌഹർ സുൽത്താന വിരമിച്ചു. 2008 അരങ്ങനെക്കുറിച്ച് ഗൌഹർ 50 ഏകദിനങ്ങളും 37 2020 മത്സരങ്ങളും കളിച്ചു. സാംസ്കാരിക സിനിമാ വാർത്തകൾ. OTT റിലീസിന് ഒരുങ്ങി F1 ദ മൂവി. ജൂൺ 27 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ജോസഫ് കൊസിൻസ്കിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ ഫൈനൽ മിക്സ് പൂർത്തിയായി. ഓണം റിലീസായി ഈ മാസം 28 ചിത്രം തിയേറ്ററുകളിലെത്തും. 10 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒരുമിക്കുന്നത്. മലയാള ചിത്രം ദൃഢത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഷെയ്ൻ നിഗമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. മുകേഷ് R മേത്ത, CV സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിരഞ്ജീവിയുടെ 70ാം പിറന്നാൾ ആഘോഷമാക്കി റാം ചരൺ. വീഡിയോ ഏറ്റെടുത്ത ആരാധകർ. ശ്രീനാഥ് ബാസി നായകനാവുന്ന പൊങ്കാലയുടെ ടീസർ പുറത്ത്. വയലൻസ് രംഗങ്ങളുമായി ഞെട്ടിപ്പിക്കുന്ന ടീസർ എന്ന ആരാധകർ.
മുംബൈയിൽ മെട്രോ പാലം തകർന്ന അപകടം ഉണ്ടായെന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്ന ചിത്രം AI നിർമ്മിതമാണ്. നാളെ അറിയാം. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നാളെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. പകൽ 7 മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ പെരുമ്പള്ളി, അമ്പായത്തോട്, ചുങ്കം, താമരശ്ശേരി ടൗൺ, കാരാടി, പാളയം ഭാഗങ്ങളിലായിരിക്കും വൈദ്യുതി മുടക്കം. ശാസ്താംകോട്ട ബെസേലിയോസ് മാത്യൂസ് എഞ്ചിനീയറിംഗ് കോളേജിൽ MBA ഫുൾ ടൈം കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സ്പോട്ട് അഡ്മിഷൻ നാളെയാണ്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിൽ കണ്ണൂർ കണ്ണപുരം ധർമ്മശാല ലെവൽ ക്രോസ് നാളെ രാവിലെ 9 മണി മുതൽ മറ്റന്നാൾ രാത്രി 11 വരെ അടച്ചിടും. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് IT സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ തൊഴിൽ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. കോട്ടയം പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അസോസിയേഷൻ നേതൃത്വത്തിൽ പെൻഷൻകാരുടെ യോഗം നാളെ നടക്കും. ഇപ്പോൾ കിട്ടിയത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ അധ്യാപകൻ കൊല്ലപ്പെട്ടു. ഭഗവൻപുരിയിലെ സ്വകാര്യ സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകൻ പ്രവീൺ ജായാണ് മരിച്ചത്. 3 പേർ ചേർന്ന് ഇരുമ്പുവടി ഉപയോഗിച്ച് പ്രവീൺ ജായെ ആക്രമിക്കുകയായിരുന്നു. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഗസ സിറ്റിയെ നരകമാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സിന്റെ മുന്നറിയിപ്പ്. എല്ലാ ബന്ദികളെയും മോചിപ്പിച്ച് ഹമാസ് പൂർണ്ണമായി നിരായുധീകരണം നടപ്പാക്കണമെന്ന് കാറ്റ്സ്. പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാതെ ആയുധം ഉപേക്ഷിക്കില്ല എന്ന നിലപാടിൽ ഹമാസ്. റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഇന്ധനം കൊണ്ടുവരുന്ന പൈപ്പ് ലൈനിലെ പ്രധാന പമ്പിംഗ് സ്റ്റേഷൻ ആക്രമിച്ച് യുക്രൈൻ. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളായ ഹംഗറിയിലേക്കും സ്ലൊവാക്യയിലേക്കുമുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുത്തി. ഹിമാർസ് റോക്കറ്റുകളും ഡ്രോണുകളും ഈ മേഖലയിലേക്ക് പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ. ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.